ഹായ് മക്കളെ, മെയ് മാസം 9-ാം തീയതിയാണ് 2025 SSLC റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. മെയ് മാസം 18-ാം തീയതിയാണ് +2 റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. ഇനി എന്നാണ് നമ്മുടെ +1 റിസൾട്ട് വരാനായിട്ട് പോകുന്നതെന്ന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സ്കൂളുകളിൽ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ റിസൾട്ട് വരുന്നുണ്ടായിരിക്കുക. ആ റിസൾട്ട് വരുന്ന സമയത്ത് അതിലെങ്ങാനും മാർക്ക് കുറവാണെങ്കിലോ, അതല്ല ഒരുപക്ഷെ നിങ്ങൾ തോറ്റുപോയാലോ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ടെൻഷനായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക. കാരണം ഇവരുടെ എല്ലാം റിസൾട്ട് വരുമ്പോൾ മറ്റുള്ളവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി തന്നെയാണ്. +1 എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനാൽ തന്നെ +1 റിസൾട്ട് എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുക. വളരെ കൂളാക്കി തരാം. നോക്കുക, ഈ +1 റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒന്നും തന്നെ ആലോചിക്കുകയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ഈവൻ നിങ്ങൾ +1 റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിലോ, അതല്ല നിങ്ങൾ തോറ്റുപോയാലോ, ഒട്ടും തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് തിരുത്താനുള്ള ഒരു ചാൻസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. +2 പഠിക്കുന്നതിനോടൊപ്പം തന്നെ +2 പബ്ലിക് എക്സാമിനോടൊപ്പം തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്നൊരു എക്സാം ഉണ്ട്. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലൂടെ നിങ്ങൾക്കത് കൂടുതലായിട്ട് നേടിയെടുക്കാം. അതായത് +1ൽ നഷ്ടപ്പെട്ട മാർക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലൂടെ നേടിക്കാവുന്നതാണ്. നിങ്ങൾ +1ൽ തോറ്റുപോയാൽ പോലും ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലൂടെ നിങ്ങൾക്ക് മാർക്ക് നേടാം. തോറ്റുപോയാലോ എന്ന ടെൻഷൻ അടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡബിൾ പാസ് മാർക്ക്, നിങ്ങൾക്ക് പലർക്കും അത് അറിയുമായിരിക്കാം, എങ്കിലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഡബിൾ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലെയും ടോട്ടൽ മാർക്കിൻ്റെ 30% ആണ് ജയിക്കാൻ ആവശ്യമായിട്ട് വരിക. അതായത് 60 മാർക്കാണെങ്കിൽ 18 മാർക്കാണ് പാസ് മാർക്ക്, 80 മാർക്കാണെങ്കിൽ 24 മാർക്കാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. ലാംഗ്വേജുകളുടെ ടോട്ടൽ മാർക്ക് 80 മാർക്കാണ്. അതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 24 മാർക്കാണ്. മറ്റുള്ള സബ്ജക്റ്റുകൾക്ക് ടോട്ടൽ മാർക്ക് 60 ആണ്. അതിൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 18 ഈ പാസ് മാർക്കിനേക്കാൾ ഡബിൾ മാർക്ക്, അതായത് 18 മാർക്കിന് ഡബിൾ എന്ന് പറഞ്ഞാൽ 36 മാർക്ക്, 24 മാർക്കിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 48 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, +1 എക്സാമിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ +2 എക്സാം അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾ പാസ്സാണ്. അതായത് +2ൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവേണ്ടതായിട്ടില്ല. +1ലെയും +2ലെയും ടോട്ടൽ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഡബിൾ പാസ് എന്ന് പറയുന്ന മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രി ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ +1ൽ നിങ്ങൾക്ക് 10 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ +2ൽ നിങ്ങൾ ഒരു 26 മാർക്ക് കൂടെ ലഭിക്കുകയാണെങ്കിൽ 26ഉം 10ഉം 36 മാർക്കായി നിങ്ങൾ +2 പാസ്സാണ്. ഇംഗ്ലീഷ് എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1ൽ 4 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു 10 മാർക്കുണ്ടെന്ന് വിചാരിക്കുക. കണക്ക് കൂടാൻ കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ. 10 മാർക്കാണ് നിങ്ങൾക്ക് +1ൽ ലഭിച്ചതെന്ന് വിചാരിക്കുക. +2ൽ നിങ്ങൾക്കൊരു 38 മാർക്കുണ്ടെങ്കിൽ 38ഉം 10ഉം 40 മാർക്ക്, നിങ്ങൾ പാസ്സാണ്. ഇത് ജസ്റ്റ് പാസ് മാർക്ക് മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ +1ൽ തോൽക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും കുറച്ച് സമാധാനം ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിനാൽ തന്നെയാണ് ഞാൻ പറയുന്നത്, +1 റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. മാർക്ക് കുറവാണെങ്കിലും തോറ്റാലും അത് തിരുത്താനുള്ള സമയം നമുക്കിനിയുമുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ +2 പഠനത്തെ ബാധിക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിൽ ഉറപ്പാക്കുക. +1ൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് തിരുത്താൻ +2ൽ സാധിക്കണം. അതിന് നിങ്ങൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങണം. +1ൽ പറ്റിപ്പോയ ആ പാളിച്ച ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്രോഗ്രാം ആയിട്ടുള്ള അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും അത് തിരുത്താൻ തയ്യാറല്ല ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വർഷത്തേക്ക് വെറും 4,999 രൂപ മാത്രമുള്ള +2 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി 995400 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് ക്ലാസ്സുകൾക്കപ്പുറത്ത്, പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്കപ്പുറത്ത് ഒരുപാട് എക്സാംസിലൂടെയും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഉടനെ തന്നെ നമ്പറിൽ കോൺടാക്ട് അഡ്മിഷൻ ഉറപ്പാക്കുക. തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം.